ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ പോകുന്നത് എനിക്ക് കാസർഗോഡ് പാണത്തൂർ വെച്ചിട്ട് ഒരു സലൂണിൻ്റെ ഇനാഗുറേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളത് അവിടേക്ക് പോവുകയാണ്. അപ്പോൾ തലേന്ന് തന്നെ ഞങ്ങളവിടെ പോയി അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസമായിരുന്നു ഇനാഗുറേഷൻ. അപ്പോൾ നമുക്ക് 11:05 ട്രെയിനിൻ്റെ ടൈം. നമ്മൾ ബ്ലോക്കൊക്കെ ആയിരിക്കുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9:45 ആയപ്പോൾ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ സ്നാക്സൊക്കെ മേടിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അത് നമ്മൾ സ്നാക്സൊക്കെ മേടിച്ചു. പിന്നെ അവിടെ ഒരു സ്ട്രോബെറിയുടെ ഒരു ഫില്ലിങ്സ് പറഞ്ഞൊരു ബണ്ണ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ലുലുവിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ സാധനം എപ്പോഴും മേടിക്കാറുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ പോയി എനിക്ക് ആ സാധനം മേടിച്ചുകൊണ്ട് വരും. നമ്മുടെ ട്രെയിൻ അപ്പം ലേറ്റ് ആയിരുന്നു കേട്ടോ. ഹാഫ് ആൻ അവറോളം നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. പിന്നെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വെട്ടിയും കണക്കൊക്കെ എടുത്ത് നേരെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വന്ന് ട്രെയിനായിട്ട് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. ഗായ്സ്, കുറച്ച് ആവേശം കൂടി പോയതാണ്. നേരത്തെ ഇറങ്ങി ഓടിച്ചടി വന്നു. പക്ഷേ അത് വളരെ നേരത്തെയായിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ട്രെയിൻ കണ്ടു അങ്ങ് ദൂരം നിന്നിങ്ങനെ പതിയെ 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 വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ സീരിയലിൻ്റെ ഫാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മളപ്പോൾ ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ ഇരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ലഞ്ചിന് ടൈം ആയിരുന്നു കേട്ടോ. ഉച്ച ഒരു 12:30 ആയി. അപ്പോൾ ബിരിയാണി നമ്മൾ ഉച്ചയ്ക്ക് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ട്രെയിനിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. അമ്മയുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടോ? ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബിരിയാണി. അങ്ങനെ എന്തായാലും ബിരിയാണിയൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ ഷൊർണൂർ എത്താറായി. ഭാരതപ്പുഴയുടെ ഒരു പോർഷൻ, അത് നമ്മൾ ഭാരതപ്പുഴയുടെ മുകളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനോടിൽ നമ്മൾ സ്ഥലം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനൊക്കെ വന്നു. അച്ഛൻ്റെ 2 മക്കളെയും കൊണ്ടാണ് വന്നത്. അതിലൊരു കുട്ടി നമ്മുടെ തന്നെ ട്രെയിനിലുണ്ടായിരുന്നു. അവൾ കോയമ്പത്തൂർ പഠിക്കുവാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ കയറി. മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ചേട്ടൻ്റെ മക്കൾ. അപ്പോൾ നമ്മുടെ അവിടുത്തെ മന്തിയുടെ ടേസ്റ്റ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. അതായത് ചിക്കനൊക്കെ വേറൊരു ടേസ്റ്റായിരുന്നു. റൈസ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റാണിപുരത്തായിരുന്നു സ്റ്റേ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റാണിപുരം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റേഴ്സൊക്കെ വരാറുണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ വഴിയൊക്കെ ഇങ്ങനെ ആന ഇറങ്ങുന്ന വഴിയാണെന്നൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ നേരെ നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് പോയി. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. വളവും തിരുവുള്ള റോഡായിരുന്നു. താഴെ അവർ ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട്. മുകളിലൊരു നൈസായിരുന്നു കേട്ടോ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ കടന്നുറങ്ങി. നാളെ രാവിലെ പിന്നെ നമുക്ക് ഫംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഗൈസ് രാവിലെ നമ്മൾ എണീറ്റു. നമ്മൾ ബ്രഷ് ചെയ്യുവാണ്. നമുക്ക് 9:30 പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു. 10-10:15 ഇനാഗുറേഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റേന്ന് അടുത്ത് തന്നെയാണ് നമ്മുടെ സലൂൺ വരുന്നത്. അപ്പോൾ അങ്ങനെ അമ്മ ബ്രഷൊക്കെ ചെയ്തു. ഞാൻ പിന്നെ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമുക്ക് പുട്ടും കടലക്കറിയും ആയിരുന്നു. പിന്നെ ചെറുപഴ ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഹോംലി ഫുഡ് തന്നെയാണ് കേട്ടോ. ഹോം സ്റ്റേ അല്ലേ. നല്ല നല്ല കടലക്കറിയൊക്കെ ആയിരുന്നു. നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇത് വന്നിട്ട് അമൂലിക വെയർ യുവർ ഡ്രീം ചെയ്ത കോസ്റ്റ്യൂമാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കളറാണ് ലാവൻഡർ. അപ്പോൾ അങ്ങനെ അവരുടെ കോസ്റ്റ്യൂമാണിത്. എൻ്റെ കൂടെ ഒരു ജാക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജാക്കറ്റ് ഞാൻ ഇട്ടുള്ളൂ. ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല. ഓക്കേ, കാറ് പിടിക്കാൻ വന്നിട്ടോ. നമ്മൾ നേരെ സലൂണിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ചുറ്റും മലയും കാടുമൊക്കെയാണ്. എന്നാൽ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്തിന് തന്നെ സ്ഥലത്തെത്തി. നമ്മുടെ അടുത്ത് തന്നെ ആയിരുന്നു നമ്മുടെ സ്റ്റേയുടെ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സീരിയലിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ വന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ബാക്കി സ്റ്റോറിയൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്. ഇനി എന്താവും എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ ഇനാഗുറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. എനിക്ക് റിബൺ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ അമ്മ ഈ തിരക്കിനിടയിൽ എവിടെയോ അങ്ങ് പുറകിലൊക്കെ പെട്ടുപോയി ഗൈസ് എൻ്റെ ഫോണും കൊണ്ട്. അപ്പോൾ അമ്മയെ കാണാനില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഒന്നും അമ്മയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെ അമ്മ എവിടേക്ക് ഒളിഞ്ഞും തിരിഞ്ഞൊക്കെ നിന്ന് ഷൂട്ട് ചെയ്തു. ഇനാഗുറേഷൻ നമുക്കൊരു 10:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ കഴിഞ്ഞു. പിന്നെ ഒരു 12:30 വരെ ഫോട്ടോ സെക്ഷനായിരുന്നു. ഫുൾ എല്ലാവരും വന്നിട്ട്. പക്ഷേ ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അതായത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കാനും അതിനും ഇതിനൊക്കെ വന്നിട്ട് ഭയങ്കര ഇടിയും തള്ളലും ഉന്തലും ഒക്കെ ആയിരുന്നു. കാര്യങ്ങൾ ചോദിക്കാനൊക്കെ. അതായത് കൂടുതലും പേർക്ക് ഇനി അടുത്ത സ്റ്റോറി എന്താവും എന്നാണ് അറിയാനുള്ളത്. പിന്നെ നമ്മളൊന്നും വിട്ട് പറയത്തില്ലല്ലോ. അതായത് എങ്കിലല്ലേ ഒരു ട്വിസ്റ്റ് ഉള്ളൂ. കാണാനായിട്ടൊരു ആവശ്യം തോന്നുന്നുണ്ട്. നമ്മൾ സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നാൽ പിന്നെ അതിലെന്താണുള്ളത്.
അപ്പോൾ അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി, ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ പാണത്തൂരുള്ള ആൾക്കാരുടെ ആ ഒരു വൈബ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പാണത്തൂരല്ല, അവർ പറയുന്നത് അവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നാണ്. ഇപ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്തു, ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ല അടിപൊളി ഇനാഗുറേഷനായിരുന്നു. പിന്നെ നല്ല സലൂണാണ്. അപ്പോൾ പാണത്തൂരുള്ളവർ, അവിടെ അടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാം കേട്ടോ. ഉപാസ് ബ്യൂട്ടി ലോഞ്ച് എന്നാണ് നമ്മുടെ സലൂണിൻ്റെ നെയിം. പുറത്തെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള അകത്തെ ഫോട്ടോ സെക്ഷനാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് എന്തായാലും ഞാൻ പിന്നെ അകത്തോട്ട് കയറി വന്നു. അകത്തോട്ട് കയറിക്കുമ്പോഴത്തേക്ക് AC ഉണ്ടല്ലോ, പുറത്ത് ഭയങ്കര ചൂടായിരുന്നു. ഞാനങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തളർന്ന് പോയി ഗായ്സ്. അപ്പോഴത്തേക്ക് എനിക്ക് ഓറഞ്ച് ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഓറഞ്ച് ജ്യൂസായിരുന്നോ മാംഗോ ഷേക്ക് ആയിരുന്നോ, അയ്യോ മറന്നുപോയി. എന്തോ ഒരു സാധനം മേടിച്ചുകൊണ്ട് തന്നു. എന്തായാലും അത് കുടിച്ചപ്പോൾ എനിക്ക് കുറച്ച് ജീവൻ വെച്ചു. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ദേ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത്. അമ്മേ, ഇത് കുടംപുളിയാണോ അമ്മ? ആണെന്ന് തോന്നുന്നു, ഇതുവരെ എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് എനിക്ക് നിറച്ചുണ്ട്. പക്ഷേ കുടംപുളി മരം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കണ്ടിട്ട് എനിക്ക് കുടംപുളിയാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ വന്നത്, എൻ്റെ ഇനാഗുറേഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പാണത്തൂരായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല അത്രയും നല്ല ആ ക്രൗഡ് ഉണ്ടായിരുന്നു. അതുമായിട്ട് ഭയങ്കര സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയാമെന്നുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അതായത് ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിലും ചിലരങ്ങനെ എക്സ്പ്രസ് ചെയ്യത്തില്ലല്ലോ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാമെന്നുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്നെ തന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ വരാൻ പറ്റി. എല്ലാവരും ആ ഒരു സ്നേഹം എനിക്കിങ്ങനെ നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റി. അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷം. സത്യം പറഞ്ഞാൽ നമ്മുടെ സീരിയലിനൊക്കെ ഇത്രയും ഒരു ഫാൻസൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും ആ ഒരു നന്ദു എന്ന് വിളിച്ചിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലുള്ള ഒരാളെപ്പോലെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെയാണ് കാണുന്നത് എന്നറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്കിനി റിട്ടേൺ ട്രെയിൻ സത്യം പറഞ്ഞാൽ കൺഫേം ആയിട്ടില്ല. 6:30 ട്രെയിൻ ഉണ്ട്. അത് കൺഫേം ആവുമോ ഇല്ലെന്ന് അറിയില്ല. അതിലത്തേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ 4 മണിയൊക്കെ കഴിയുമ്പം വേറൊരു ട്രെയിൻ ഉണ്ട്, അതിൽ പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫങ്ഷനായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാസർഗോഡ് ഈ റാണിപുരം സൈഡൊക്കെ ഇങ്ങനെ ഇവിടെ ഈ മലയൊക്കെ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ റാണിപുരം അങ്ങോട്ട് കയറുന്ന, അതായത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് പിന്നെ നടന്നാണ് കയറാനുള്ളത് മലയിലോട്ട്. അപ്പോൾ അതിൻ്റെ എൻഡിലാണ് ഈ ഒരു റിസോർട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദെൻ ഇനി ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി 4:30 ട്രെയിൻ എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് ഒരു 1 hour ട്രാവലിംഗ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് ബാൽക്കണി. ഇവിടെ ഫുള്ള് കാടും മലയും മരമൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് പറങ്കി മാങ്ങയുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഈ പറങ്കി മാങ്ങ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കാണുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് ഫുള്ള് പറങ്കി മാവുണ്ട്. അതെ കണ്ടോ, ഇതേ ഒരു ഗ്രീൻ കളർ നെറ്റ് കാണുന്നില്ലേ? അവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ റാണിപുരം മലയിലോട്ട് കയറാനുള്ള സംഭവം. അവിടം വരെ വണ്ടി പോവുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റുള്ള ഹോം സ്റ്റേ. മലബാർ ഹോം സ്റ്റേ എന്നാട്ടോ. മലബാർ ഹോം സ്റ്റേ എന്നാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ പേര്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല വൈബുണ്ട്, നല്ല കാറ്റുണ്ട്. ഇവന്ന് ഒറ്റയ്ക്കൊക്കെ താമസിക്കാനേ നൈസ് പ്ലേസ്. ഇങ്ങനെ വിദൂരതയിലോട്ട് നോക്കി കണ്ണും നട്ടിരിക്കാൻ. ഒരു സോളോ ട്രിപ്പ് പോകണം എന്നൊരാഗ്രഹം തോന്നുന്നു. യാ നൈസ്. ഹായ് ഒരു ബട്ടർഫ്ലൈ, നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ. ബ്ലാക്കും യെല്ലോയും, ഫുൾ യെല്ലോ, കുറച്ച് മാത്രം ബ്ലാക്ക്, വലുതാണ്.
ഞാൻ അപ്പോൾ ഇങ്ങനെ സോളോ വൈബ് അടിച്ചിരുന്നപ്പോഴത്തേക്ക് അമ്മ വിളിച്ചു കേട്ടോ, ഫുഡ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. നല്ല അടിപൊളി ഹോംലി മീൽസ് ആയിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. പുളിശ്ശേരിയുണ്ട്, ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, മാങ്ങ, ചീരത്തോരൻ, ഇതെന്തോ ഒരു സാധനം, പപ്പടം. ഗൈസ് ഇവിടെ മഴ വരികയാണ്. ഫുള്ള് ക്ലൈമറ്റ് മാറി കേട്ടോ, ഫുള്ള് മാറി. നല്ല മഴ ഇങ്ങനെ ചാറി തുടങ്ങി. ഫുള്ള് ഇപ്പോൾ കോടയൊക്കെ ഇറങ്ങും. കോട മഞ്ഞിന്നോ ഹോയ് തഴരയില്ലോ ഹോയക്കടമ്പ് പൂക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മലയുടെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും മഴ ഇങ്ങനെ മഴക്കാറ് വന്ന് ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട്. ഓക്കെ ഗൈസ്, ഞാൻ നിരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നു, ട്രെയിനൊക്കെ കയറി തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ എൻ്റെ അനിയത്തി ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് വരും, അവളെയും കൂടെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കാത്തിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായവർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.